ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്ന് ശാന്തി സമാധാനവും നിങ്ങൾക്ക് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 5, 12, 3, 1, 16, 7, 8, 3, 11, 2, 12, 3, 9. ഓക്കെ, ഈ ഡേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ, നിങ്ങൾ ജനിച്ച മാസമോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ച നിങ്ങളുടെ പേഴ്സണുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടിയതോ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഇത് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്താണ് എന്നുള്ളത്. പ്ലീസ് കേഡി മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ റൂട്ട് ഇഷ്യൂ എന്താണ്? അതിനിവിടെ വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് വാണ്ടിൻ്റെ കാർഡാണ്. കോൺഫ്ലിക്റ്റ് ആണ്. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നില്ല. നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യം നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നില്ല. എത്രത്തോളം നിങ്ങൾ അതിന് മുന്നിൽ നിന്നിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ ഓപ്പണായി ലഭിക്കുന്നില്ല. അത് ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതായി കാണുന്നു. അത് നിങ്ങളുടെ മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ട്. ആരെങ്കിലും നിങ്ങളടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികം തരാമെന്ന്. അത് തരാത്ത സമയം ആകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഓപ്പണിങ്ങും സംഭവിക്കുന്നില്ല, ഒരു നീക്കുപോക്കും കാണാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അതിന് കാരണം എന്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രത്തോളം ഗൗരവമായി എടുക്കുന്നില്ല. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. അവരത്രത്തോളം ഗൗരവമായി എടുക്കുന്നില്ല. അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഗ്രോത്ത് വരും എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളടുത്ത് പറയുന്നുണ്ട് വരും തരാം എന്നുള്ള കാര്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വരും നാളെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവരുടേതായ ചില കാര്യങ്ങൾക്ക്, അവരുടേതായ ഗോളുകൾക്ക് മാത്രമായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരുന്നുണ്ട്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം, നിങ്ങൾ അഫർമേഷൻ ചെയ്തത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓഫറിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വളരെ സ്ലോ ആക്ഷനാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും, ഒരിക്കലും എത്താതിരിക്കത്തില്ല. അത് സാമ്പത്തികമാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്, കോള്, റീയൂണിയൻ ആണെങ്കിലും എത്തുക തന്നെ ചെയ്യും. പക്ഷേ വളരെ ലേറ്റായിട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, തരണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആ ഒരു കുതിരയുടെ ഒരു മന്ദഗതിയിലുള്ള യാത്ര കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ലേറ്റിലായിരിക്കും എത്തുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഇതിന് കാരണം എന്താണ്? നിങ്ങളിലേക്ക് ഒന്ന് ഓപ്പൺ ആകാത്തതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ചില ഭയങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഇതുപോലെ ഭയക്കുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവിനേക്കാളും കൂടുതൽ നിങ്ങൾ ഭയത്തെയാണ് അഫർമേഷൻ ചെയ്ത് നിങ്ങൾ കരയുന്നതായിട്ട്. ഈ റൂട്ട് ഇഷ്യൂ ഉണ്ടാകാൻ ഈ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് രീതിയിൽ അഫർമേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ ഭയം വെച്ച് ഇതുപോലെ നിങ്ങളുടെ സോൾ ഇതുപോലെ നിലവിളിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പുറമേ കരയുന്നില്ലായിരിക്കും, പുറമേ നിങ്ങൾ ശക്തിയായി കാണിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ ആത്മാവ് നല്ല രീതിയിൽ വേദനിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂവിനുണ്ടാകുക കാരണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണ്. 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. റീസെൻറ്റ്
പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച കാര്യം ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ വളരെ വേദനിപ്പിച്ചതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ജോലി സംബന്ധമായിരിക്കാം, നിങ്ങളും നിങ്ങളുടെ ജോലിയുടെയും ഇടയിൽ ചില തേർഡ് പാർട്ടികൾ വന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ചില തേർഡ് പാർട്ടികൾ വന്നിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ അകന്നു പോയതായി കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് കെയറിങ് സ്നേഹവും തന്നിരുന്നതായ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയതായി കാണുന്നു. മാനസികമായി അകന്നതായി കാണുന്നു, അല്ലെങ്കിൽ ദൂരെ യാത്ര പോയതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഇല്ലാതെ നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് റീസെൻറ്റ് പാസ്റ്റിൽ വെയിറ്റ് ചെയ്തതായിട്ടുള്ള എനർജിയാണ് കൂടുതലും കാണുന്നത്. മാനസികമായി അകന്നുപോയ ചില വ്യക്തികൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ കഴിയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസൻറ്റ് എന്താണ്? പ്രസൻറ്റ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ വിട്ടുകളയുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചില വ്യക്തികൾ നിങ്ങളെ ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാചിച്ച് നിന്നിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികളുടെ സ്നേഹത്തിനോ മെസ്സേജിനോ വേണ്ടി, സമയത്തിനോ വേണ്ടി നിങ്ങൾ യാചിച്ച് നിന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില സാമ്പത്തിക കാര്യത്തിനോ ജോലിക്കോ വേണ്ടി ചില വ്യക്തികളുടെ മുന്നിൽ കയറി മടുത്ത ഒരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ കൂടുതലും വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ചില വ്യക്തികളുടെ മുന്നിൽ ഒരുപാട് പ്രാവശ്യം നിന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ തളർന്നു പോയ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഗോഡിൻ്റെ എനർജി വളരെ പെയിൻഫുള്ളായിട്ടുള്ള ചില സിറ്റുവേഷനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതായി കാണുന്നു. വളരെ ഉറക്കം പോലും ഇല്ലാത്ത ചില രാത്രികൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ഡിപ്രഷനെ നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റി നിങ്ങൾക്കിപ്പോൾ ഒരു യാത്രയാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. ഓക്കെ, ഉടൻ തന്നെ നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് പടിയിറങ്ങേണ്ടി വന്നത്, ആ ഒരു കാര്യത്തിൽ തന്നെ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നു ചേരുന്ന ഒരു ആഘോഷത്തിൻ്റെ, വിജയത്തിൻ്റെ ഒരു എനർജി വന്നു ചേരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്. ഇവിടെ വന്നിരിക്കുന്നത് ടവറിൻ്റെ കാർഡാണ്, ഒരു മേജർ ആർക്കാന കാർഡാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ടവറിൻ്റെ കാർഡ്, നിങ്ങൾ ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ചില സാമ്പത്തിക ഇടപാടുകൾ അത് അവസാനിപ്പിക്കുന്നതായി കാണുന്നു. ചില കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതായി കാണുന്നു. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി, നിങ്ങൾ വെയിറ്റ് ചെയ്തതായ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിഷയത്തിനാണോ വെയിറ്റ് ചെയ്തിരുന്നത്, ആ വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വന്നെത്താൻ പോകുന്നു. നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആയിരുന്ന കാര്യം, ആദ്യത്തെ കാർഡ് റൂട്ട് ഇഷ്യൂ ആയിരുന്ന കാർഡ് ആണ് ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റൂട്ട് ഇഷ്യൂവിന് ഒരു പരിഹാരം വരുന്നു. നിങ്ങളുടെ മനസ്സ് നിരന്തരമായി കോൺഫ്ലിക്റ്റിലായിരുന്നു എങ്കിൽ അതിനൊരു പരിഹാരം നിങ്ങൾക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനാണ് ഇതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരം വരുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാണുവാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടും താഴെ വീണു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ, ടവർ ഇവിടെ വന്നിരിക്കുന്നു. ചില ജോലികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുമാനം വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി കൂടി വരുന്നു. യൂണിവേഴ്സിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു. ഒക്കെ ചില വ്യക്തികളിൽ നിന്നും കോളും മെസ്സേജ് വരാതിരുന്ന് നിങ്ങളെല്ലാം അവസാനിപ്പിച്ചിരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോളും മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പാണ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് വന്നു ചേരുന്നത്. നിങ്ങൾ ഇത്രയും നാൾ വിഷമിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അവസാനിപ്പിക്കുമെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നു. ഇപ്പോഴുള്ള നിങ്ങളുടെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ടുകളെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ അതിശക്തമായ എനർജി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ
സാഹസികമായി തന്നെ മറുകര എത്തിക്കുവാൻ യോഗ്യതയുള്ള ദൈവത്തെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ആ വാളിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നു പോകുന്നത്. അതിശക്തമായ കാറ്റും വീശുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവർ സാഹചര്യത്തിലേക്ക്, അയ്യോ ഞാൻ വീണു പോകും, എൻ്റെ കാലങ്ങനെ തെറ്റിയാലോ, കാല് മുറിഞ്ഞു പോയാലോ, വാളങ്ങനെ തിരിഞ്ഞു വന്നാലോ എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല. എന്നാൽ അവർ സാഹചര്യത്തിലേക്കല്ല നോക്കുന്നത്, യൂണിവേഴ്സ് ദൈവം കൊടുത്തിരിക്കുന്നതായ വാഗ്ദത്തത്തിലേക്ക് നോക്കി അവർ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അഡീഷണൽ ആയിട്ടുള്ള അനുഗ്രഹമാണ്. നിങ്ങൾ ഇപ്പോൾ കാലിയായിരിക്കുന്ന നിങ്ങളുടെ കപ്പുകളെല്ലാം നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ, സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഈ വെള്ളപ്രാവിനെ സമാധാനം എന്നാണ് പറയുന്നത്. നിങ്ങൾ കരഞ്ഞിരിക്കാതെ നിങ്ങൾ സമാധാനത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകുന്ന എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള എനർജി എന്താണ്? നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായി കാണുന്നു. ചില വ്യക്തികളിൽ നിന്നും ചില ലവ് ഓഫറുകൾ അല്ലെങ്കിൽ ചില മെസ്സേജുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ചില നിങ്ങളെ കഴിയും പ്രായം കുറഞ്ഞ ചില വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്കൊരു ഓഫർ വരുന്ന ഒരു എനർജി. നിങ്ങളെ കുറേ നാളായി അഫർമേഷൻ ചെയ്യുകയും നിങ്ങളെ മനസ്സിലിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു മെസ്സേജ് കോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഒരു കോൾ മെസ്സേജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഇമ്മച്വറായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുവാൻ പോകുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങൾക്ക് അതൊരു കളിതമാശയായിട്ട് നിങ്ങൾ മാറ്റിയിട്ടിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഏറ്റവും സീരിയസ് ആക്കി കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു ഉത്തരവാദിത്വത്തോടു കൂടി നോക്കുവാൻ നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്താണ് എന്ന് നോക്കുമ്പോൾ ഹാങ്ഡ് സിറ്റുവേഷനാണ്. ഒന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ഹാങ്ഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഉണർവ് ലഭിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒരു പുരോഗതി വേണം. ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റൊരു വേയിലൂടെ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു ഉണർവ് കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആയിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളെ ഒരു കാര്യവും എടുക്കുവാൻ സമ്മതിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിങ്ങൾക്ക് വേദന മാത്രം നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പഴയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചും ആവർത്തിച്ച് പറഞ്ഞും നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിർത്തിയിരിക്കുന്നതായി കാണുന്നു. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരണം എന്നുള്ള ഒരു എനർജി കൂടി യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. മദർ യൂണിവേഴ്സ്, പേജ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഭയവും ചലഞ്ചും എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ നോക്കുന്നുണ്ടോ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ടോ, അയൽക്കാരറിയുന്നുണ്ടോ, നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരറിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ,
ചില സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുള്ള കാര്യം മറ്റാരെങ്കിലും അത് കാണുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നതായി കാണുന്നു. ജോലി സ്ഥലത്തെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, ജോലി സ്ഥലങ്ങളിലുള്ള ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, 6 ഓഫ് കപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. അവരെന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് വിചാരിക്കുമോ പറയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ചില നെഗറ്റീവ് തോട്ടുകൾ നിങ്ങളെ പിറകിലേക്ക് വലിക്കുന്നു. എത്രയൊക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾക്ക് കഴിയുന്നില്ല. പഴയ ഓർമ്മകൾ നിങ്ങളെ പിറകിലേക്ക് വലിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ചലഞ്ചായി കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഓവറോൾ എനർജിയും ലെസണും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശ്രമിച്ചിട്ടും ജീവിതത്തിൽ സന്തോഷങ്ങൾ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നു, പക്ഷേ ഒരിക്കലും സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു വ്യക്തികളാണോ അത് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക, വിശ്വസിക്കുക, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെയാണ് നിങ്ങളിപ്പോൾ ഒരുപാട് വിശ്വസിക്കുകയും അവരാണ് ഏറ്റവും നിങ്ങൾക്ക് വിശ്വാസമുള്ളത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ആയിരിക്കും നിങ്ങൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പം അന്ന് അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് പാർട്ടി നടത്തി കൊടുക്കുന്ന ഒരു എനർജിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ചില കാര്യങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ചില വ്യക്തികളെ ലൈഫിൽ നിന്നും പുറത്താക്കുക. ഓക്കെ, ചില വ്യക്തികളുടെ വാക്കുകളെ നിങ്ങൾ പുറത്താക്കുക. അവരെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് അവരുടെ ഭാഗത്ത് നിന്നും ഇല്ല എങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ ചില വ്യക്തികളുടെ പിറകെ ഓടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന മെസ്സേജിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജിനനുസരിച്ച് അവർ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് അയപ്പ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സാമ്പത്തികവും അബണ്ടൻസും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകും. എവിടെയാണോ സന്തോഷമുള്ളത് അവിടെ നിങ്ങൾ ഒരുപാട് എനർജി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ കഴിയും. യൂണിവേഴ്സിൻ്റെ എനർജി പോസിറ്റീവായിട്ടുള്ള വേയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ കഴിയും. എന്തും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങും. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തികളല്ല. ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഈ ഒരു ജന്മം കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്തെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റെ ചുറ്റും വന്നിരിക്കുന്ന ചില വ്യക്തികൾ എൻ്റെ യാത്രക്കാർ മാത്രമാണ്. എൻ്റെ ജീവിത യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാകുന്ന ചില യാത്രക്കാർ മാത്രമാണ്. അവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടതാണ്. എത്രയൊക്കെ നിലവിളിച്ചാലും എത്രയൊക്കെ കാല് പിടിച്ചിരുന്നാലും അവരും നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണില്ല. മുന്നോട്ട് നമുക്ക് യാത്രയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് വരിക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ കുടുംബം അതിനെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിനായിരിക്കണം എന്നുകൂടി യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന രാശികൾ ഏതെന്ന്. ഫയർ എനർജി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. എയർ എനർജി ജെമിനി, ലിബ്ര, അക്വേറിയസ്. എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. മേടം, ചിങ്ങം, ധനു. മിഥുനം, തുലാം, കുംഭം. ഇടവം, കന്നി, മകരം. കർക്കിടകം, വൃശ്ചികം, മീനം. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വീട്ടുകാർക്കുള്ള ആഗ്രഹം ഞാൻ രണ്ടാമത്തെ കാർഡിലൂടെ എടുക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്
നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം സാധിക്കുമോ? ഫസ്റ്റ്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിദേശയാത്ര ഉണ്ടാകുന്നതാണ്. ചില വ്യക്തികളെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. ചില ജോലിക്ക് വേണ്ടി 2 വ്യക്തികൾ ഒരേ സീറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്പാണ്. അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, അബൻഡൻസ് നിങ്ങളെ തേടി എത്തുന്നു. കവിഞ്ഞൊഴുകുന്ന സ്നേഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു. അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, ആദ്യത്തെ കാർഡുകാർക്ക് നല്ല രീതിയിൽ പോസിറ്റീവാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ ചിന്തിച്ചത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങളെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ കർമ്മ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, ഒരു റീബർത്ത് ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. ചില സൈക്കിളുകൾ അവസാനിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചില കാര്യങ്ങളെ നിങ്ങളിവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്നു. യൂണിവേഴ്സിൽ നിന്നും സ്നേഹം നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്നു. എന്ത് കാര്യമാണോ നിങ്ങൾ ഇത്രയും നാൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോയത്, അതിന് അവസാനം വന്നിട്ട് ഒരു റീബർത്ത് സംഭവിക്കുന്നു. ഇന്നേ ദിവസം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മാറ്റം കണ്ടു തുടങ്ങിയ വ്യക്തികൾ ദയവായി കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അത് നിങ്ങൾക്ക് അഫർമേഷൻ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റമുണ്ട് എന്നുള്ളൊരു കമൻറ്റ് നിങ്ങൾ മാത്രമല്ല, അത് കാണുന്ന വ്യക്തികൾ കൂടി നിങ്ങൾക്ക് അഫർമേഷൻ തരുന്നതാണ്. അത് എത്ര വ്യക്തികൾ വായിക്കുന്നു അത്രയും കമൻറ്റ്, അത്രയും എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡുകാർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒക്കെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ, ചില പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ടാണോ, റീയൂണിയന് വേണ്ടിയിട്ടാണോ, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. യൂണിവേഴ്സൽ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മന്ദഗതിയിൽ ഒരു എനർജിയും ഇല്ലാതെ പോകുകയാണെങ്കിൽ ഹെൽത്ത് വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ കെട്ടപ്പെട്ടിരുന്ന ചില റിലേഷൻഷിപ്പോ ചില സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ ഒരു മാറ്റം വരുന്നു. കൊടുക്കൽ വാങ്ങലുകൾ ഏറ്റവും ബാലൻസിങ്ങിലേക്ക് വരുന്നു. ഏറ്റവും അനുഗ്രഹമായി തീരുന്നു. ടെമ്പറൻസ് വന്നിരിക്കുന്നു. ഓക്കെ, ഒരുപാട് അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 കാർഡും നല്ല കാർഡ് തന്നെയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുമോ? നിങ്ങളിപ്പോൾ മനസ്സിലൊരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കുക, അവരുടെ ആഗ്രഹം പൂർണ്ണമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായ വ്യക്തിയുടെ ഇപ്പോൾ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ്, ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം സാധ്യമാകുമോ? ഇത് വീണ്ടും അത് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധ്യമാകുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടു ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ മിററിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 100ൽ 100 പ്രാവശ്യവും ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നു. അഫർമേഷൻ ചെയ്ത കാര്യം, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് ആ കാര്യം സാധിക്കുന്നുണ്ട്. ജഡ്ജിമെൻറ്റ് ആകുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സണ് നടക്കുമോ എന്ന് നോക്കിയതെങ്കിൽ അത് ശരിയാണ്. തീർച്ചയായിട്ടും നടക്കും. സോളുകൾ തങ്ങളിൽ ഒന്നിക്കുവാൻ പോകുന്നു. ഒരു റീബർത്താണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വിദേശയാത്രയ്ക്കാണ് എങ്കിൽ അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള എനർജി കൂടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർക്ക് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ ചില നെഗറ്റീവ് തോട്ടുകളാൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നെഗറ്റീവ് എനർജികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയെ ബ്ലാക്ക് എനർജിയിൽ ബന്ധിച്ചിരിക്കുന്നതായി കാണുന്നു.
ഓക്കെ, അവർ കുറേ നാളായിട്ട് ചില സാമ്പത്തിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ അവർക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം ഇവിടെ ബ്ലാക്ക് എനർജിയാണ്. ചില ഡബിൾ എനർജികളുടെ ഇടപെടലുകൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ബന്ധിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തുടക്കം കുറിക്കാൻ പറ്റാത്തത്. അവർ വെയിറ്റിങ്ങിലായിട്ട് നിൽക്കുന്ന ഒരു എനർജി. അപ്പം നിങ്ങൾ ആ ഒരു ഡബിൾ എനർജിയെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുക. ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും അവർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ പോസിറ്റീവാണ്. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് 100% നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അത് പൂർത്തിയാകും. സ്ട്രെങ്ത് വന്നിരിക്കുന്നു. എന്തുകൊണ്ടും പോസിറ്റീവാണ്. വളരെ സന്തോഷം അവരുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനോട് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2, 3. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നിങ്ങൾ അവരുടെ ഫാമിലിയാണ്. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നു എനിക്ക് ഇനിയും നിൻ്റെ സ്നേഹം വേണം, എനിക്ക് നിന്നെ ഇനിയും പ്രണയിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ കൊടുത്ത സ്നേഹം ഈ ഭൂമിയിൽ ആരും അവർക്ക് കൊടുക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നൽകുന്ന മെസ്സേജ് ചില കോൺഫ്ലിക്റ്റുകളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. മുന്നോട്ട് എന്ത് തീരുമാനമെടുക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. ഈഗോ ഉള്ളതായി കാണുന്നു. റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഇപ്പോൾ ഒന്ന് കാണുവാനും കേൾക്കുവാനും തയ്യാറല്ലാത്ത രീതിയിൽ അവർ മൗനമായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ അപമാനം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ ഡൗട്ട് ചെയ്തതിൽ അവർക്ക് ഇപ്പോൾ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. ഓക്കെ, അവർക്കിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർ നിങ്ങളെ ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്തത് കൊണ്ട് അവർക്ക് നിങ്ങളെ കാണുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവർക്ക് വന്ന് നിൽക്കുവാനോ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ തെറ്റ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് ഭയങ്കരമായിട്ടുള്ള ഗിൽട്ട്, നാണക്കേട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, ചില നാണക്കേട് അവർക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അവർ ചെയ്ത തെറ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ കുറ്റം വിധിച്ചിട്ടുണ്ടായിരിക്കാം. അവർ ചെയ്ത തെറ്റുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവർ കുറ്റം വിധിച്ച് ഈഗോ കാണിച്ച് നിങ്ങളോട് നിന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ആവശ്യമില്ലാത്തത് പറഞ്ഞതിന് ശേഷമായിരിക്കാം അവരുടെ തെറ്റുകൾ നിങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. മൂന്നാമത്തെ കാർഡുകാർ വെയിറ്റിങ്ങിലാണ്. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അവർക്കുള്ളതായി കാണുന്നു. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഫ്രണ്ടിനും അപ്പുറമാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും ഫ്രണ്ടായിരിക്കണം. ഫ്രണ്ടിനും അപ്പുറമാണ് നിങ്ങൾ എന്നുള്ളത്. അവർക്ക് എന്തും പറയാം എന്നുള്ള ഒരു
മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിങ്ങിലാണ്, ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ അവരുടെ തന്നെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിങ്ങിലായിരിക്കാം. ബാങ്കിൽ നിന്നും പണം കിട്ടുന്നതിനോ അല്ലെങ്കിൽ ലോൺ കൊടുത്തതിന് വേണ്ടിയിട്ടോ വെയിറ്റിംഗ് ആയിട്ട് അവർ ആ ഒരു ടെൻഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര മെസ്സേജോ സമയമോ തരാൻ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കാം. എങ്കിലും അവർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഒരു ഫ്രണ്ടിനും അപ്പുറമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.